സുവർണ കഥകളിൽ ഇന്ന് ഒരു നോമ്പുകാലത്തിൻ്റെ ഓർമ്മ. പത്തിരി മണമുള്ള നോമ്പ്. എഴുതിയത് ഫർസാന. നോമ്പാവാനായിട്ടോ? പ്രവാസത്തിൽ എന്നും ഇക്കാര്യം ഓർമ്മിപ്പിക്കാറുള്ളത് ഉമ്മയാണ്. റമദാൻ എത്തുന്നതിനും ഒരു മാസം മുന്നേയെങ്കിലും ഫോണിലൂടെ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചു തുടങ്ങും. നോമ്പുകാലത്തെ വരവേൽക്കുവാനുള്ള ഉമ്മയുടെ ആദ്യ ഒരുക്കമെന്നാൽ പച്ചരി, മുളക്, മല്ലി, മഞ്ഞൾ ഇത്യാദികളുടെ കഴുകലും ഉണക്കലും, അതുകഴിഞ്ഞ് മില്ലിലേക്ക് അവ പൊടിപ്പിക്കാനായിട്ട് കൊടുത്തയക്കലുമാണ്. നിസ്കാരക്കുപ്പായങ്ങളും കിടക്കവിരികളും ജനാലവിരികളും അലക്കി വെളുപ്പിക്കും. മാറാലയെല്ലാം തട്ടി മറ്റു മലമാരകളുടെ പിറകുവശങ്ങളുമെല്ലാം വെടിപ്പാക്കും. ആകെ കൂടി ബഹളമയമാണ്. നേരിൽ കാണാനാവില്ലെങ്കിലും സംസാരത്തിലെ ധൃതിപ്പെടലിൽ എനിക്ക് അതറിയാനാവാറുണ്ട്. പ്രവാസത്തിനിടയിൽ 2 തവണ മാത്രമാണ് നോമ്പുകാലത്ത് കേരളത്തിൽ തങ്ങാനായത്. ചൈനയിലെ നോമ്പ് അനുഭവങ്ങൾ നാട്ടിലേതുമായി ഒട്ടുമേ ബന്ധിപ്പിക്കാനാവില്ല. സദാ ബാങ്കുവിളികൾ മുഴങ്ങിക്കേൾക്കുന്ന നോമ്പിൻ്റെ മൂട് 1 മാസത്തോളം കൃത്യതയോടെ നിലനിർത്തുന്ന എൻ്റെ ഗ്രാമവും നോക്കെത്തും ദൂരത്തെങ്ങും ഒരു പള്ളി പോലുമില്ലാത്ത ഫോഷാൻ നഗരവും താരതമ്യപ്പെടുത്താനാവുന്നതല്ലോ. ഒട്ടും ആരവമില്ലാതെ വളരെ പതിയെ ഞങ്ങളിലേക്ക് എത്തുന്നതാണ് ചൈനയിലെ റമദാൻ. നോമ്പാണെന്നുറപ്പിച്ചാൽ അറിയിക്കണമെന്ന് ഇബ്രാഹിം ഷുഫുവിനോട് ആദ്യമേ പറഞ്ഞിരിക്കും. കൃത്യമായി എല്ലാ കൊല്ലവും അദ്ദേഹം അത് വൃത്തിയായി ചെയ്യും. വിശുദ്ധിയുടെ കാലം. നോമ്പെന്നാൽ ഏറെ പ്രത്യേകതയുള്ള എന്തോ ആണെന്ന ബോധ്യം മാത്രമേ ജസീക്കയ്ക്കുള്ളൂ. ഭക്ഷണപ്രിയയായ അവളുടെ വേവലാതി മുഴുവൻ 10-14 മണിക്കൂർ ആഹാരം ഉപേക്ഷിക്കുന്നതിലാണ്. വെരി ക്രൂവൽ എന്ന് അവൾ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടില്ലെന്ന് നടിക്കും. നോമ്പുകാലത്ത് വല്ല ഉച്ചനേര വിരുന്നുകൾക്കായി ക്ഷണിക്കപ്പെട്ടാലും അത് നിരസിക്കുക എളുപ്പമായിരുന്നില്ല. മതങ്ങളെക്കുറിച്ചുള്ള വിവരം തുലവും പരിമിതമായ ഒരു കൂട്ടത്തിനോടൊപ്പം ജീവിക്കവേ മതം അനുശാസിക്കുന്നത് അനുസരിക്കുന്നതിൽ ഞാൻ പ്രത്യേക ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. കുട്ടിക്കാലത്തെ നോമ്പ് ബഹുരസമായിരുന്നു. തറവാട്ടിലാണ്. വല്യമ്മച്ചി, മൂത്തമ്മ, ഉമ്മ ഈ 3 പെണ്ണുങ്ങളുടെയും ശുചിത്വ പരിപാടികൾ മാസങ്ങൾക്ക് മുന്നേ ആരംഭിക്കും. പത്തായത്തിൽ കഴിഞ്ഞ കൊല്ലം കയറ്റി വച്ചിരുന്ന, പിന്നീട് എടുക്കാൻ മറന്നുപോയ പനംപൊടിയോ ഒരു പൊതി കഞ്ഞിയുടെ അരിയോ ഒക്കെ വീണ്ടും കണ്ടെത്തൽ ആ സമയത്താണ്. കട്ടിലടക്കമുള്ള സകല മര ഉരുപ്പടികളും കഴുകാനായി മുറ്റത്തേക്കെടുത്തിടും. പാറോത്ത് എന്ന ഒരു ഇലയുണ്ട്. ഇന്നും എനിക്കതിൻ്റെ യഥാർത്ഥ പേര് തിട്ടമില്ല. അത്യാവശ്യം വലിപ്പമുള്ള ഉരയുടെ നേരിയ ചൊറിച്ചിലുള്ള ഇലയാണ്. ഇതിനാൽ അമർത്തി ഉരച്ചാണ് മര ഉരുപ്പടികളെ തേച്ചു മിനുക്കൽ. സ്കൂളില്ലാത്ത സമയത്താണെങ്കിൽ പച്ച നിറത്തിലുള്ള ഹോസിലൂടെ വെള്ളം ചീറ്റിച്ചുകൊണ്ട് ഈ നനച്ചുകുള്ളി പരിപാടിയിൽ ഞാനും സജീവമാകും. ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ് നോമ്പെടുക്കുക വഴി ലക്ഷ്യം വയ്ക്കുന്നത്. അതിലേക്കുള്ള ആദ്യ പടിയാവണം മുസ്ലിം ഗൃഹങ്ങളിലെ ഈ അകപ്പുറ ശുദ്ധീകരണം. മൂത്തമ്മയാണ് അടുക്കളയുടെ ഹെഡ്. നോമ്പുകാലത്ത് മുറ്റത്ത് വലിയൊരു മണ്ണടുപ്പുണ്ടാക്കും. നോമ്പ് 30-നും പത്തിരി ചുടൽ ഈ അടുപ്പിൽ വച്ചിട്ടാണ്. എൻ്റെ ബാല്യകാല നോമ്പുകൾക്ക് ചൂടുള്ള നേർമ പത്തിരിയുടെ ഗന്ധമായത് അതിനാലാവണം. പണ്ടത്തെ സിനിമകളിലെ മുസ്ലിം കഥാപാത്രങ്ങൾ ധരിക്കുന്നതുപോലെ പുള്ളിത്തുണിയും ഒറ്റ നിറത്തിലുള്ള കുപ്പായവും പുറകിലേക്ക് മടക്കിയിടുന്ന പുള്ളിത്തട്ടവുമായിരുന്നു വീടിനകത്ത് വല്യമ്മച്ചിയുടെയും മൂത്തമ്മയുടെയും വേഷം. ഉമ്മ പക്ഷേ അന്നേ പരിഷ്കാരിയായിരുന്നു. മാക്സി ധാരിണി. നോമ്പായാൽ പിടിപ്പത് പണിയാണ് ഈ 3 പേർക്കും. മുഖ്യ വിഭവങ്ങളായ പത്തിരിക്കും പോത്തിറച്ചിക്കും പുറമെ ജ്യൂസ്, സമൂസ, കട്ട്ലറ്റ്, തരിക്കഞ്ഞി എന്നിവയെല്ലാം തയ്യാറാക്കണം. പുകമണമൊഴിഞ്ഞ നേരമില്ലാത്ത വീട്. ബാങ്കുവിളിക്ക് അല്പം മുൻപായി കൈ കഴുകി തീന്മേശയ്ക്ക് മുന്നിലിരിക്കലും ഭുജിക്കലും മാത്രമായിരുന്നു പുരുഷന്മാരുടെ ജോലി. ഖുർആൻ ഓത്തും ഒരു നുറുങ്ങ് ഉച്ചമയക്കവും കഴിഞ്ഞ് 3 മണിയോടെ മൂത്തമ്മയും ഉമ്മയും അടുക്കളയിൽ ഹാജരാകും. പിന്നങ്ങോട്ട് അരിപ്പൊടി അളന്നെടുക്കുന്നതിൻ്റെയും കുഴക്കുന്നതിൻ്റെയും പത്തിരി പരത്തുന്നതിൻ്റെയും കോലാഹലങ്ങളായിരിക്കും. നല്ല വട്ടത്തിലായാൽ മാത്രമേ പത്തിരി സുന്ദരിയാവൂ. പരത്തുമ്പോൾ ഭൂപടം പോലെ ആയാലും ശരി, ചോറ്റുപാത്രത്തിൻ്റെ പരന്ന മൂടിയെടുത്ത് അമർത്തിയെടുക്കുമ്പോൾ പൂർണ്ണചന്ദ്രനെ പോലുള്ള പത്തിരിയായി കിട്ടും. മരത്തിന്റെ പലകമേൽ ഒരു കോഴിമുട്ടയോളം വലുപ്പത്തിൽ അരിപ്പൊടിയുടെ ഉരുള വെച്ച് ഒരു നീളൻ കുഴൽ വെച്ച്
മനോഹരമായി പരത്തിയെടുക്കുക മൂത്തമ്മയാണ്. ടപ് 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 ഒച്ചയോടെ അപാര വേഗതയിലാണ് ഇത് ചെയ്യുക. കുന്തിച്ചിരുന്ന് ആ കാഴ്ചയിലേക്ക് സാഗൂതം ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അവസാനത്തെ ഒരു ഉരുള എനിക്ക് പരത്താനായി മാറ്റിവെക്കുമെന്ന മോഹന വാഗ്ദാനവുമുണ്ടാകും. പലതവണ പരത്താൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അമർത്തി അമർത്തി വെന്ത അരിപ്പൊടി പലകയിൽ പറ്റിപ്പിടിച്ചത് മിച്ചം. അങ്ങനെയാണ് അഡ്വാൻസ്ഡ് ലെവലായ പത്തിരി ചുടലിലേക്ക് കാൽ വെച്ചത്. അതിൽ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനുമായി. അന്നൊരിക്കൽ പത്തിരി ചുടലിൽ സർവമർപ്പിച്ച് ഞാനെന്ന 8 വയസ്സുകാരി തീച്ചൂടേറ്റു നിൽക്കുന്ന സമയത്ത് ഒരു അയൽക്കാരി വന്നു. ഒരു തൂക്കുപാത്രം നിറയെ തരിക്കഞ്ഞിയുമായാണ് അവർ വന്നതെന്ന് ഓർമ്മയുണ്ട്. ആഹാ, പത്തിരി ചുടാനൊക്കെ പഠിച്ചോ? മിടുക്കത്തിയാണല്ലോ. അതും പറഞ്ഞ് ഞാൻ ചുട്ടെടുത്ത പത്തിരിയിലേക്ക് ഒന്നെത്തി നോക്കുക കൂടി ചെയ്തു അവർ. എൻ്റെ അഭിമാനം അങ്ങ് മാനത്തെ തൊട്ടു. കണക്കിന് മുഴുമാർക്ക് ലഭിച്ചെന്ന് നമ്പൂതിരി മാഷ് തോളിൽ തട്ടി മിടുക്കി എന്ന് പറഞ്ഞപ്പോഴുണ്ടായ അതേ അനുഭൂതി ഇന്നോർക്കുമ്പോൾ ചിരി വരുന്നു. ഒരു പക്ഷേ സ്ത്രീയും അടുക്കളപ്പണികളും തമ്മിലുള്ള ബന്ധത്തിന് ഈ ഭൂഗോളം ചലനം ആരംഭിച്ച കാലത്തോളം തന്നെ പഴക്കമുണ്ടാവാം. ആർക്കറിയാം? മാസപ്പിറ കണ്ടാൽ. നോമ്പുകാല രാത്രികളിലെ പ്രത്യേക വിഭവമായിരുന്നു ജീരകക്കഞ്ഞി. മാസപ്പിറവി കണ്ടെന്നറിഞ്ഞാൽ ആദ്യം അടുക്കള ഒരുങ്ങുക അതിനായാണ്. ജീരകവും തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഒന്നിച്ചരച്ച ശേഷം വേവിച്ചു വെച്ച പൊടിയരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് മേലെ അല്പം ചൂട് നെയ്യൊഴിച്ചാൽ ജീരകക്കഞ്ഞി തയ്യാർ. നോമ്പിൻ്റെ രാത്രികളിൽ മുതിർന്നവർക്ക് ഈ കഞ്ഞി പതിവായിരുന്നു. അന്നും ഇന്നും ഒരു തരത്തിലുള്ള കഞ്ഞി വിഭവങ്ങളോടും തീരെ താല്പര്യമില്ലാത്തവളാണ് ഞാൻ. രാത്രി 7:30 വീട്ടിലെ പുരുഷന്മാർ തറാവീഹ് നമസ്കാരത്തിനായി പള്ളിയിലേക്കിറങ്ങും. സ്ത്രീകളുടെ നിസ്കാരം വീട്ടിൽ വച്ചു തന്നെ. വരാന്തയിൽ പായ വിരിച്ച് വല്യമ്മച്ചിയുടെ നേതൃത്വത്തിൽ ഉമ്മയുടെയും മുത്തമ്മയുടെയും കൂടെ അല്പനേരത്തോളം അധികരിക്കുന്ന രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്ത ഓർമ്മകൾ നിറം കെടാതെ ഇന്നും ഉള്ളിലുണ്ട്. അറബിയിലുള്ള ചില ചൊല്ലിപ്പറച്ചിലുകൾ ഒഴികെ മറ്റൊന്നും അന്നേരം കേൾക്കാനാവില്ല. ചുറ്റും ശാന്തം. വരാന്തയിലെ വെളിച്ചം അണച്ചിട്ടുണ്ടാകും. നിലാവിൽ പൂത്തുലഞ്ഞ രാവിനെ സാക്ഷിയാക്കി പ്രാർത്ഥനാനിരതമായ എത്രയോ രാവുകൾ. പുലർച്ചെ അത്താഴത്തിനായി എണീക്കേണ്ടതിനാൽ എന്നെ നേരത്തെ കിടത്തുമായിരുന്നു. കട്ടിലിന്റെ തലയ്ക്കൽ ചാരിയിരുന്ന് മെല്ലെ ദേഹമാട്ടിക്കൊണ്ട് ഖുറാൻ ഓതുന്ന വല്യമ്മച്ചിയായിരിക്കും ഉറക്കം പുൽകും മുൻപേയുള്ള കാഴ്ച. സുന്ദരമായി അങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ ഉമ്മ വന്ന് മെല്ലെ ഉപ്പൂറ്റിയിലടിച്ചുകൊണ്ട് പറയും, എനിക്ക് പൊലച്ച ആയിന്. ഒന്നു മുരണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിട്ടുണ്ടെന്ന് കണ്ടാൽ ഉമ്മ വീണ്ടും വന്ന് ഒച്ച കനപ്പിക്കും. അപ്പോൾ നാളെ നോമ്പ് നോൽക്കണ്ടേ? അത് കേട്ടാൽ ഒന്നും ഓർക്കാതെ ഞാൻ ചാടി എണീക്കും. നോമ്പുകാരിയാണ് എന്ന വീരവാദം മുഴക്കി പിറ്റേ ദിവസം വരാനിടയുള്ള കൂട്ടുകാരികളുടെ മുഖങ്ങൾ തന്നെ കാരണം. എണീറ്റ വായും മുഖവും കഴുകി വരുമ്പോഴേക്കും നടുമുറിയിലെ മേശയിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടാവും. ചൂടുചോറും പയറുപ്പേരിയും പപ്പടവും താളിച്ച കറിയും തൈരും ചെറുപഴവും. അജന്ത ക്ലോക്കിൽ സമയം 4:30 കാണിക്കും. കുറച്ചുകൂടെ ചോറിട്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൊയക്കാവും, ക്ഷീണമാവും. കൂടുതൽ കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് വല്യമ്മച്ചി അരികിൽ കാണും. പിറ്റേന്ന് ദാഹിക്കാതിരിക്കാൻ അന്നേരം തന്നെ 3-4 ഗ്ലാസ് വെള്ളവും കുടിപ്പിക്കും. ആഹാരം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്തെങ്ങും ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ പുരളരുതെന്നും പ്ലേറ്റും മേശയും വൃത്തിയോടെ കാണണമെന്നും സദാ നിഷ്കർഷിച്ചിരുന്ന ആളായിരുന്നു മൂത്താപ്പ. അറിയാതെങ്ങാനും ചോറ് മേശയിലേക്ക് വീണാൽ മൂത്താപ്പ കണ്ണുരുട്ടും മുൻപേ ഇടതു കൈകൊണ്ട് തട്ടി നിലത്തേക്കിടും. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തീറ്റ തുടരും. അതായിരുന്നു എൻ്റെ പതിവ്. നിലത്തു വീണ 1 മണി വറ്റുപോലും വല്യാപ്പ കളയില്ലായിരുന്നുവത്രേ. പച്ച ഈർക്കിലിൽ കുത്തിയെടുത്ത് കഴുകിയിട്ട് കഴിക്കുമായിരുന്നു പോലും. സൂക്ഷ്മത മുഖമുദ്രയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥകൾ എപ്പോഴും എനിക്ക് ചുറ്റും മുഴങ്ങിയിരുന്നു. അത്താഴശേഷം മരത്തിലൂടെ പടർന്നു കയറിയ വള്ളികളിൽ വൈകുന്നേരം കണ്ട മുല്ലമൊട്ടുകൾ വിരിഞ്ഞു കാണുമോ എന്നറിയാൻ ജനലഴികൾ പിടിച്ച് ഉദ്വേഗത്തോടെ നിലാവെട്ടത്തേക്ക് എത്ര വട്ടം ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നോ. നോമ്പാവാറായി. ഇത്തവണയും ഉമ്മയാണ് ആദ്യം അറിയിച്ചത്. ധൈര്യമായി മറന്നോളൂ, ഓർമ്മപ്പെടുത്താനായി ഞാൻ ഇവിടെയുണ്ടല്ലോ എന്ന് നിശബ്ദം പ്രസ്താവിക്കുന്ന ചില തീരാസ്നേഹങ്ങൾ മനുഷ്യന് ചുറ്റിലുമുണ്ടാവുന്ന കാലത്തോളം
ജീവിതത്തിന് എന്തൊരു സൗന്ദര്യമാണ്. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.